നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. എന്നെ കുറിച്ച് ഓർത്ത് ആരും ഇവിടെ നാണം കിടണ്ട. സ്വന്തമായി അധ്വാനിച്ച് ഇന്ന് ഈ വലിയ നിലയിലെത്തിരിക്കുന്നവനാണ് ഞാൻ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇത് പക്ക പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണ്. ഈശ്വരിയിൽ അതും പ്രതീക്ഷ പോകരുത്. ഇത് പക്ക ഒരു ഫാന്റസി പിള്ളേർക്ക് വേണ്ടിയുള്ള. ഈ കഥയുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ്. പിന്നെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി നിന്റെ ഒരു ആനിമേഷൻ വീഡിയോ കൂടെ. ബാറോസ് എന്ന സിനിമയുടെ തിരക്കഥയും അതിന്റെ മറ്റു കാര്യങ്ങളും പൂർണ്ണമായി വായിച്ചറിഞ്ഞ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമയുടെ ഭാഗമായ ഒരാളായതുകൊണ്ട് ഈ സിനിമയെ കുറിച്ച് പൊക്കി പറയാൻ എനിക്ക് അവകാശമില്ല. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ലാത്ത ആളായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് പൊക്കി പറഞ്ഞേനെ. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഇത്രയും വലിയൊരു സിനിമയിൽ ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വേഷത്തിന് അദ്ദേഹത്തിന് ഇന്ത്യയിലെയോ മേ ബി ലോകത്തിലെയോ ഏത് ആക്ടറെ വേണമെങ്കിലും വിളിക്കാം. അല്ല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. അതിനെന്തോ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞത് എന്റെ മുഖമാണ് എന്നുള്ളത് എന്റെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ബാറോസ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കൊച്ചു കുട്ടിയുടെ ഇമാജിനേഷൻ ഉള്ള ഒരാൾക്ക് മാത്രം സംവിധാനം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. അപ്പോ ഈ സ്കില്ലുകളും ഈ കഴിവുകളും എല്ലാം ഉള്ള ലാലേട്ടനേക്കാൾ കൊച്ചൊരു കുട്ടിയെ എനിക്ക് പരിചയമില്ല. പക്ഷെ മോനെ ദിനേശ, നീ പറഞ്ഞ നിന്റെ ഈ കുലത്തൊഴിലുണ്ടല്ലോ, അത് എന്റെ ദേഹത്ത് നടത്തല്ലേ. അപ്പൊ എനിക്ക് ആ കാര്യത്തിൽ തോന്നുന്നു ബാറോസ് എന്ന സിനിമ ഇന്ന് ലോകത്ത് സംവിധാനം ചെയ്യാൻ എന്റെ അറിവിൽ ഏറ്റവും നല്ല ആള് ലാലേട്ടനാണ്. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ, എന്റെ സിനിമ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ ഞാൻ ഇങ്ങനെ ഒരു സാന്നിധ്യം വായിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. അത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുകയും അത് ഇമാജിൻ ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ജിജോ സാറിനെ പോലെയും ലാലേട്ടനെ പോലെയുള്ള ലെജൻസിന് മാത്രം കഴിയുന്നതാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.